പ്രാർത്ഥനകൾ എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. ഇവരിവനെ കെട്ടി അങ്ങ് പിടിച്ചു. മോനെ, ദൈവം അയച്ചതാ നിന്നെ. എനിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട് നീ നല്ലൊരു വിശ്വാസി, അല്ലെങ്കിൽ നീ ഇത് ഇത്രയും ചെയ്യത്തില്ല. പിന്നെ അവൻ പറഞ്ഞു, മാഡം, ഞാൻ അത്ര നല്ല വിശ്വാസിയൊന്നും അല്ല. ഐ എം എ ബാഡ് ഗായ്. ഐ ജസ്റ്റ് കെയിം ഔട്ട് ഓഫ് ദ പ്രിസൺ. ഞാൻ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്തിന്? ഞാനൊരു കാർ തീഫാ. കാർ മോഷണത്തിന് ജയിലിൽ പോയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇവനെ പിന്നെയും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, താങ്ക് ഗാഡ്, ഗാഡ് ഈസ് ബ്ലെസ്ഡ്. When I needed somebody, he sent me a professional. കർത്താവേ, നിനക്ക് നന്ദി. ഏതാണ്ട് എനിക്കൊരു ആവശ്യം വന്നപ്പോ നീ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ തന്നെ അയച്ചു തന്നല്ലോ, ഇല്ലേ? പക്ഷെ കുറച്ചുകൂടി നേരത്തെ പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ പെട്ടെന്ന് ഈ മരുന്ന് കൊണ്ട് കൊടുക്കായിരുന്നു. അതങ്ങനത്തെ കാര്യം, ഇല്ലേ? അതുകൊണ്ട് റൊണാൾഡ് ടാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനോട്, അദ്ദേഹത്തോടാണ് ഈ സ്റ്റോറി ഒരു സ്ത്രീ വന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു ബുക്ക് തന്നെയുണ്ട്, ഡോണ്ട് ജസ്റ്റ് സ്റ്റാൻഡ് ദെയർ മാൻ, ജസ്റ്റ് പ്രേ. വെറുതെ നോക്കി നിൽക്കാതെ പ്രാർത്ഥിക്കാൻ. നമ്മൾ പല സമയത്ത് എന്താ പറയുക, വെറുതെ നോക്കി നിൽക്കുക. എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വെറുതെ നോക്കി നിൽക്കുക. എന്തോ ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യായെങ്കിൽ പിന്നെ എന്നാ പണി? പ്രാർത്ഥിക്കുക, അല്ല എന്നാ? നമ്മളങ്ങനല്ല. എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യായെങ്കിൽ പിന്നെ എന്തോ ചെയ്യണമെന്ന് ആലോചിച്ച് ഉള്ള സമയം മുഴുവൻ കളയും. അതിനേക്കാളൊക്കെ എത്രയോ നല്ലത് നമുക്കറിയാൻ വയ്യായെങ്കിൽ, കർത്താവേ എന്തോ ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, നീ എന്തോന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ നിസ്സഹായതയിലാണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പ്രാർത്ഥിച്ച് തുടങ്ങുക, അല്ലാതെ വേറെ ഒന്നുമില്ല. പ്രാർത്ഥിക്കാനുള്ള മാർഗം ഒന്നേ ഉള്ളൂ, എന്താണ്? പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങുക. പല സമയത്തും പ്രാർത്ഥിക്കാൻ എന്തോ ചെയ്യണമെന്ന് ചിന്തിച്ച് തന്നെ പ്രാർത്ഥിക്കാനുള്ള സമയം നമ്മൾ കളയും. ഇതൊക്കെ നമുക്ക് പറ്റുന്ന, നിരന്തരം സംഭവിക്കുന്നതായ കാര്യങ്ങളാണ്, ഇല്ലേ? പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ prayer, that is the most effective weapon that God has given us and anybody can have it. പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റിയില്ലെന്നിരിക്കും, പക്ഷേ എല്ലാവർക്കും ഉപയോഗിക്കാൻ രീതിയിലുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വെപ്പണാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനാരെയും നോക്കിയിരിക്കേണ്ട കാര്യമില്ല, ആരും പറയേണ്ട കാര്യമില്ല, ആരും കേൾക്കേണ്ട കാര്യമില്ല. നമുക്കൊക്കെ എല്ലാവരും കേട്ടെങ്കിലേ പറ്റുള്ളൂ. ഞാൻ ചില സമയത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ചില ആളുകൾ പരാതി പറയുന്നത്, ബ്രദറെ, ഞാൻ അവരുടെ യോഗത്തിന് പോയി ഇരുന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം പോലും അവർ തന്നില്ലെന്ന്. അപ്പൊ എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല, പ്രാർത്ഥിക്കാൻ എന്തിനാ അവസരം? നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരായോ? അത് പറ്റത്തില്ല. എവിടെ നിന്ന് പ്രാർത്ഥിക്കണം? മൈക്കിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം. അതിനല്ലയോ ഈ അവസരം വേണ്ടത്? പ്രിയമുള്ളവരെ, ആർക്കും ചെയ്യാവുന്ന, എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമല്ല പ്രാർത്ഥന. Just start praying. Prayer is the most effective weapon God has given us. ഞാൻ ചില സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, ബാക്കി എന്തോ ചെയ്താലും അതിന് പകരമായിട്ട് പിശാചിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയേക്കും, ഇല്ലേ? ഞാനിപ്പം ഒരു അവിശ്വാസിക്ക് വേണ്ടി അയാളുടെ സുവിശേഷം പറയാനായിട്ട് ഞാൻ ഇടയിൽ ഒരു ബുക്ക് കൊടുത്തെന്ന് വെക്കുക. ഞാൻ സാധാരണ രീതിയിൽ എനിക്ക് അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ട്രാക്റ്റ് കൊണ്ട് കൊടുക്കുന്നു, ഒരു പുസ്തകം കൊണ്ട് കൊടുക്കുന്നു, ഒന്ന് വായിക്കുമെന്ന് പറയുന്നു. അവൻ വായിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല. പിശാചിന് വേണമെങ്കിൽ അവൻ്റെ വായിക്കാനുള്ള ഇൻട്രസ്റ്റിനെ തകർത്ത് കളയാം. ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് വരട്ടെ, സുവിശേഷം പറയാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും, എൻ്റെ വീട്ടിലൊന്നും വരണ്ട, എന്നെ അവന് വേണമെങ്കിൽ വിലക്കാം, ഇല്ലേ? അല്ലെങ്കിൽ ഞാനോട് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നീ വിഷയം വിട, വേറെ വല്ലതും പറ, അവന് വേണമെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മാറ്റാം. ഒരു യോഗത്തിന് വിളിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വന്നില്ലെന്നിരിക്കും, ഇല്ലേ? നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കുന്ന ഏത് സുവിശേഷ പ്രവൃത്തിയെയും തടയാൻ അവിശ്വാസിയായ ഒരു വ്യക്തിക്ക് കഴിയും. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അവൻ എന്തോ ചെയ്യും? നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അവന് വേണ്ടി പ്രാർത്ഥിക്കണം വേണ്ട എന്നുള്ളത് അവൻ നിശ്ചയിക്കേണ്ട കാര്യമൊന്നും. I can pray and prayer is effective. സാധാരണ പറയാനുള്ള ഒരു കാര്യമുണ്ട്, Satan has not found an anti-prayer missile. സാത്താൻ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു ആയുധമാണ്. മറ്റുള്ള എന്തോ മിസൈൽ അടിച്ചാലും അവന് നമ്മൾ പണ്ട് കുവൈറ്റ് യുദ്ധത്തിൽ അമേരിക്കൻ മിസൈൽസ് അവരയക്കുമ്പോഴത്തേക്ക് സ്കട്ട് മിസൈൽസ് ഇറാഖ് തിരിച്ച് അയക്കുന്നു, അല്ലേ? മിസൈൽ വേധ എന്നൊക്കെ പറയും, അല്ലേ? അതിനെ
തകർക്കാനായിട്ട്, ഏത് മിസൈലിനെ തകർക്കാൻ അതിനുള്ള ഒരു ആന്റി മിസൈൽ ഉണ്ട്. പക്ഷേ സാത്താൻ ഇത്രയും വർഷങ്ങൾ പരിശ്രമിച്ച് നോക്കിയിട്ട് ഒരു മിസൈൽ കണ്ടുപിടിച്ചിട്ടില്ല. അവൻ എത്ര പരിശ്രമിച്ചിട്ടും പറ്റിയില്ല. ആന്റി പ്രയർ മിസൈൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് എഫക്റ്റീവ്. ദ മോസ്റ്റ് ഇഫക്റ്റീവ് വെപ്പൺ ഗോഡ് ഹാസ് ഗിവൺ us, ഇറ്റ് ഈസ് പ്രയർ. അത് ആർക്കും തടുക്കാൻ കഴിയാത്തത്. നോ ഗവൺമെന്റ് ക്യാൻ ബാൻ ഇറ്റ്. Can a government say, no, you shall not pray, cannot pray? പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന്, സുവിശേഷം അറിയിക്കരുതെന്ന് വേണേൽ പറയാം, ഇല്ലേ? പ്രസംഗിക്കാൻ പാടില്ലെന്ന് പറയാം, പരസ്യം നടത്താൻ പാടില്ല എന്ന് പറയാം, പുസ്തകം അച്ചടിക്കരുതെന്ന് പറയാം. പക്ഷെ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. സ്റ്റിൽ വി ക്യാൻ പ്രേ, ഇല്ലേ? ഒരു ഗവൺമെന്റിനും ഒരു പാർലമെന്റിനും ഇതിനെതിരായിട്ടൊരു ബില്ല് പാസ്സാക്കാൻ പറ്റത്തില്ല. മതപരിവർത്തന നിരോധിത ബില്ലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ആന്റി പ്രയർ, ആന്റി കൺവേർഷൻ ബില്ലുണ്ടാക്കാം. പക്ഷെ ഒരു ആന്റി പ്രയർ ബില്ലുണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞു, ഇറ്റ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് നോ ലോ ക്യാൻ ലോക്ക് ഇറ്റ് അപ്പ്. ഒരു നിയമത്തിനും പൂട്ടിയിടാൻ കഴിയാത്തതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. എത്ര വലുതാണെന്ന്, ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണം. പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു സിംഗിൾ വാക്യം വായിച്ചാൽ തന്നെ അത് നമുക്ക് എത്ര അർത്ഥപൂർണ്ണമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ബിസൈഡ് ഓൾ ദീസ് ടേക്കിംഗ് ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത് വിത്ത് വിച്ച് യു ക്യാൻ ക്വെഞ്ച് ഓൾ ദ ഫ്ലെയിമിംഗ് ഡാർട്ട്സ് ഓഫ് ദി ഈവിൾ വൺ. വായിക്കാം 16-ാമത്തെ വാക്യം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത് ആത്മീയ ആയുധങ്ങളെ കുറിച്ച് എല്ലാം വിശദമായിട്ട് പറയുകയാണ്. നമ്മൾ beside all these taking the shield of faith with which can quench the flaming darts of the evil one. പിശാചിന്റെ എല്ലാ എങ്ങനെയത് ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. വിശ്വാസം എന്ന പരിചയം എടുക്കണം. രക്ഷ എന്ന ശിരസ്ത്രം വേണം. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് വേണം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. എല്ലാം ഉണ്ടെങ്കിലും അവിടെ ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത് എന്താണ്? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ സ്ഥിരത കാണിപ്പീൻ. നോക്ക്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിനകത്തുള്ള ആ എംഫസിസ്, പോൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എംഫസിസ് ഒന്ന് നോക്കിയേ. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാൻ നീ വിശ്വാസം എന്ന പരിചയം എടുത്തോ, രക്ഷ എന്ന ശിരസ്ത്രം എടുത്തോ, ഹെൽമെറ്റ് എല്ലാം എടുത്തോ. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് എന്താ പറയുന്നത്? സകല പ്രാർത്ഥനയാലും. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രേ അറ്റ് ഓൾ ടൈംസ്, എല്ലായ്പ്പോഴും ഉപയോഗിച്ചിരിക്കുന്ന അതിന്റെ സൂപ്പർലറ്റീവ്സിന് അപ്പുറത്തൊരു എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Pray at all times in the Spirit with all prayer and supplication, to that and keep alert with all perseverance, making supplication for all the saints and also for me. നോക്ക്, all, എല്ലാ പ്രാർത്ഥനയാലും. വെറും പ്രാർത്ഥനയാലെന്ന് മാത്രമല്ല, സകല, അല്ലേ? സകല പ്രാർത്ഥനയാലും യാചനയാലും, ചില സമയത്തല്ല, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി. നോക്കുക, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഈ ഒരൊറ്റ വാക്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒറ്റ വാക്യം പോള് എത്ര ആഴത്തിൽ ആവശ്യപ്പെടുകയാണ്. എല്ലാ പ്രാർത്ഥനയും, all prayer, all supplication, with all alert, സകല എല്ലാ ജാഗരണവും, എല്ലാം. പ്രയർ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഇത് ഞാൻ സമയമെടുത്ത് വിശദീകരിക്കാനായിട്ട് നമുക്ക് ഒരുപക്ഷെ സമയം കിട്ടത്തില്ല. എങ്കിലും ആ ഭാഗം നിങ്ങളൊന്ന് ആലോചിക്കണം. ആ ഭാഗം, we need to pray. Prayer is something big, something great, something that we cannot avoid, something that we cannot think of
ലീവിങ്, വിട്ടുകളയാൻ കഴിയാത്ത നിലയിൽ ആഴമുള്ള ഒരു അനുഭവമാണ് എന്ത്? പ്രാർത്ഥന. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. പോൾ പ്രാർത്ഥനയ്ക്ക് എന്തോരം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ നാളുകളിൽ നമ്മൾ പല സമയത്തും എന്ത് ചെയ്യുന്നില്ല? പ്രയർ എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് പറ്റുന്നെങ്കിൽ കഴിയുന്ന ഒരു കാര്യമായിട്ട് നമ്മളങ്ങ് മാറ്റിയിരിക്കുകയാണ്. വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട്, വി ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ് സീരിയസ്ലി. പ്രാർത്ഥിക്കണം എന്ന് എല്ലാവരും പറയും. ഏത് ചർച്ചിലെ മീറ്റിങ്ങിലും നമ്മളെന്ന് പറയും, പ്രിയമുള്ളവരെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പറയുന്നത് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം വി ഫെയിൽ ടു സീ ദാറ്റ് വി ആർ പ്രേയിങ് ഓൾ ദ ടൈംസ്. ചില സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും, ഇന്ന് 2 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കും. പ്രാർത്ഥിക്കാനായിട്ടിരുന്ന് നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്ന് 2 മണിക്കൂർ ആയി കാണും. അതോ 2 മണിക്കൂർ കഴിഞ്ഞോ എന്ന് വെച്ച് നോക്കുമ്പോൾ 3 മിനിറ്റ് ആയോളെന്ന് മനസ്സിലാകുന്നത്. കാര്യം നമ്മള് പ്രാർത്ഥിക്കണം എന്ന് പറയുമെങ്കിലും പോളിന്റെ ആ ഒരു എംഫസിസ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ വി സർട്ടൻലി വിൽ ഗിവ് ഓർ ഡിവോട്ട്. ആ വാക്ക എന്താണ്? നമ്മൾ അതിനുവേണ്ടി ധ്യാനനിരതരായിരിക്കുന്ന ഒരു സ്റ്റേജ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ധ്യാനനിരതരായിരിക്കുന്ന ഒരു സ്റ്റേജ്. യേശു കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളോട് ആവശ്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 6, അവിടെ കർത്താവ് പറയാണ് എന്ത്? നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. യെസ്, പരീശന്മാരുടെ പ്രാർത്ഥന മോശമായതുകൊണ്ട് നീ പ്രാർത്ഥിക്കണമെന്നല്ല. പലപ്പോഴും നമുക്കുള്ള പ്രശ്നം അതാണ്. ചിലപ്പോൾ ആളുകളുടെ പ്രശ്നം ഈ പ്രയറിനെ കുറിച്ച്, ഞാൻ ഈ പ്രയറിന്റെ ക്ലാസ്സസിലെല്ലാം എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടി നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാൽ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഈ പറയുന്നതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒടുവിൽ പിന്നെ പ്രാർത്ഥനയെ കുറിച്ചുള്ള ക്ലാസ് കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകരുത്. കർത്താവ് പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീശനെ പോലെ പ്രാർത്ഥിക്കരുത്, ഇല്ലേ? പക്ഷെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല. നീയോ പ്രാർത്ഥിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിലെന്നല്ല, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ പറയും പരീശനൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുക, പക്ഷെ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നാണോ കർത്താവ് പറഞ്ഞത്? പ്രാർത്ഥിക്കുമ്പോൾ. ദാറ്റ് മീൻസ് കർത്താവിന് അറിയാം, ഹി ഈസ് എ പ്രേയിങ് മാൻ, ദ ഡിസൈപ്പിൾ. ഇഫ് യു ആർ എ ഡിസൈപ്പിൾ, യു വിൽ ബി എ പ്രേയിങ് മാൻ. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിലല്ല, നീ പ്രാർത്ഥിക്കുമ്പോൾ. ഇഫ് യു പ്രേ അല്ല, when you pray. What does it mean? Jesus is commanding you to spend your time in prayer. കർത്താവ് ആവശ്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 6-ന്റെ 4. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാർ പറയാണ്, we will devote ourselves in praying and ministering the word of God. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. വേറെ പല പല കാര്യങ്ങൾ സഭയിലുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. So the apostles, they decided that they will never have a distortion in their devotion to prayer. പ്രാർത്ഥനയിലുള്ള അവരുടെ ഡിവോഷനില് ഒരു ചലനം ഉണ്ടാകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. പ്രവർത്തിക്കാൻ ആള് വേണ്ടെന്ന് ചോദിച്ചാൽ വേണമായിരിക്കും, മേശമേൽ ശുശ്രൂഷിക്കാൻ ആള് വേണം. പക്ഷെ അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. പ്രാർത്ഥിക്കുന്ന സമയം വേറെ പണി ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി. പലപ്പോഴും ഉണ്ടാകുന്ന പ്രോബ്ലം അതാണ്. ഐ വാണ്ട് ടു ടെൽ അബൌട്ട് ദാറ്റ് ഈവൻ ലേറ്റർ. ഞാൻ ഇടയ്ക്ക് കയറി മുന്നോട്ടുള്ള ഭാഗത്തു നിന്ന് എടുത്ത് ചില കാര്യങ്ങൾ പറയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? പ്രവൃത്തി കൂടുമ്പോഴാണ്. അപ്പോസ്തലന്മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അവിടുത്തെ ഭൗതിക കാര്യങ്ങൾ നോക്കുവാൻ ഉള്ള കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് അത് അപ്പോസ്തലന്മാർക്ക് ഇരിക്കാൻ വയ്യായിരുന്നോ? പക്ഷെ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ അതിന് കിട്ടത്തില്ലെന്ന്. നമുക്കിവിടെ അപ്പോസ്തലന്മാരെല്ലാം ഇടിയാണ്, കൗൺസിലും പ്രസ്ബിറ്ററി മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞുകൊണ്ട് ഇടിയാണ്, ഇല്ലേ? പക്ഷേ അപ്പോസ്തലന്മാർ എന്താ പറയുന്നത്? യേശുവിന്റെ അപ്പോസ്തലൻ പറഞ്ഞു, നോ, we will devote ourselves in prayer and ministering the word of God. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആളുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. എന്റെ പ്രാർത്ഥനകൾ, എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ, എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. എന്റെ പ്രാർത്ഥന
എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ കരുണയും കൃപയുമുള്ളോൻ, അവൻ ദയയും കനിവുമുള്ളോൻ, അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനാം യേശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനാം യേശുപരൻ. എന്നെ രോഗത്തിൽ കരുതിയ ദൈവം, എന്നെ താഴ്ചയിൽ ഉയർത്തിയ ദൈവം, എന്റെ പാപങ്ങൾ മോചിച്ച ദൈവം, നിത്യം കാത്തിടും കൺമണി പോൽ. എന്നെ രോഗത്തിൽ കരുതിയ ദൈവം, എന്നെ താഴ്ചയിൽ ഉയർത്തിയ ദൈവം, എന്റെ പാപങ്ങൾ മോചിച്ച ദൈവം, നിത്യം കാത്തിടും കൺമണി പോൽ. അവൻ കരുണയും കൃപയുമുള്ളോൻ, അവൻ ദയയും കനിവുമുള്ളോൻ, അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനാം യേശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനാം യേശുപരൻ. എന്റെ പ്രാർത്ഥനകൾ എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും.